ഹസ്ബൻഡ് എന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. വിൻചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബാക്ക്ഗ്രൗണ്ട് കാർട്ടൂണൊക്കെ റെഡിയാക്കുവാണ്. അപ്പം ഞങ്ങൾ നേരത്തെ വാങ്ങി വെച്ചിരുന്ന വൈറ്റ് ക്ലോത്ത് തികഞ്ഞില്ല ആക്ച്വലി. എന്നിട്ട് അവർ വേറെ പോയി വാങ്ങി ബാക്കി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും ഉറക്കമായി. വണ്ടിയിലിരുന്ന് തന്നെ ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു രണ്ടുപേരും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കരുതി എന്നാൽ വേഗം തന്നെ ടേബിൾ ടോപ്പ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞാൻ ചെയ്യുവാണെങ്കിൽ പിന്നെ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റും. ഞങ്ങൾ കളറ് മെയിനായിട്ടും പിങ്കും ബ്ലൂവും ഹൈലൈറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ബലൂൺസ് എല്ലാം പിങ്ക് ബ്ലൂ കോമ്പിനേഷനാണ് വാങ്ങി വെച്ചിരുന്നത്. അതെല്ലാം തന്നെ വീർപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കെട്ടിവെച്ചാൽ മതി. ഫ്ലെക്സൊക്കെ ഇപ്പം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ബലൂണൊക്കെ ഇപ്പം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെയാണ് വിൻചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഇതാണ് ജൽസൻ ചേട്ടൻ, ഇതാണ് ജസ്റ്റിൻ, ഇതാണ് സോജൻ. നമ്മുടെ മക്കൾ രണ്ടുപേരും ഉണർന്നു. രണ്ടുപേരും വഴക്കൊന്നും കൂടാണ്ട് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് രണ്ടുപേരും അതൊക്കെ കടിച്ച് നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേർക്കും എവിടുന്നോ ഒരു കയറ് കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ കളിച്ച് സോജനോടൊപ്പം നിൽക്കുന്ന വിൻചേട്ടൻ്റെ ഫ്രണ്ടാണ് അലൻ. ഇപ്പം ഏകദേശം നമ്മുടെ ഡെക്കറേഷനൊക്കെ ആയി വരുന്നു. വിൻചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ രാവിലെ എത്തിയതാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പോയി ഫ്രഷായിട്ട് പ്രോഗ്രാം തുടങ്ങുന്ന സമയമാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞു.
ഇതിൻ്റെ ഇടയിൽ വിൻചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയി. ഇപ്പം നേരത്തെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് കേക്ക് ഓർഡർ ചെയ്ത സ്ഥലത്ത് പോകാനായിട്ട്. അപ്പോൾ വിൻചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് പോയി കേക്ക് ഓർഡർ ചെയ്തത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഒരു ചെറിയ ട്രാജഡി ഉണ്ടായി. കേക്കിൻ്റെ പാക്കിംഗ് അത്ര ശരിയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല കേക്ക് വന്നപ്പോൾ ഇരുന്നത്. അതിൻ്റെ മേലിലൊരു 3 ഡയമെൻഷണൽ ഫോമിൽ റെയിൻബോ ഉണ്ടായിരുന്നു. അത് ആ പാക്കിംഗ് ശരിയല്ലാഞ്ഞുകൊണ്ട് അതിന് സപ്പോർട്ടില്ലാതെ അതങ്ങ് ഒടിഞ്ഞു വീണു പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കാണുമ്പോൾ കേക്ക് ഇരിക്കുന്നത്. ശരിക്കും ആക്ച്വലി കേക്ക് ഇതുപോലെ ആയിരുന്നു അവരുണ്ടാക്കിയിരുന്നത്. ആദ്യമായിട്ടാണ് അവര് മൊത്തത്തിൽ അവരുടെ രൂപം ഇങ്ങനെ കണ്ണാടിയിൽ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് 2 പേർക്കും. ഞങ്ങൾ ക്ഷണിച്ച ഗസ്റ്റ് ഓരോരുത്തരായി വന്നു തുടങ്ങി. ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ശരിക്കും ഡിസംബർ 19-നായിരുന്നു. ചില പ്രത്യേക സാഹചര്യം കാരണം അപ്പോൾ ഞങ്ങൾക്ക് പാർട്ടി നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ അത് ഫെബ്രുവരിയിലേക്ക് മാറ്റി വെക്കേണ്ടി വന്നത്. ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നത് മിയ 3 മിനിറ്റ് എൽഡറാണ് മൈക്കിളിനേക്കാൾ. മിസ്റ്റർ ആൻഡ് മിസ്സസ് പയ്യപ്പള്ളി മാത്യു വർഗീസിന്റെ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് ഡോട്ടറാണ് മിയയും മൈക്കിളും. ഏറെ സന്തോഷത്തോടെയാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒട്ടും തന്നെ മടിച്ചു നിൽക്കാതെ ഏവരും കളികളിൽ പങ്കെടുത്തു തുടങ്ങി.
ഗെയിംസ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. ഭക്ഷണത്തിൻ്റെ കൂടെ മധുരരാഗങ്ങളും ഞങ്ങൾക്കായി നിരവധി പേർ പങ്കുവച്ചു തന്നു. അങ്ങനെ ആ ദിവസം എല്ലാവരും ഞങ്ങൾക്ക് ഒരു മനോഹര ദിവസമായി തന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ വണ്ടിയിലാണ്. ഇപ്പോൾ വിൻചേട്ടൻ വരുവാണ് പിള്ളേരെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. എൻ്റെ ഈ സന്തോഷ ദിവസം നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീണ്ടും പുതിയ വീഡിയോസ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുതേ. See you soon. Bye.